ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് ഹൈക്കമാൻഡ് ചില ചടുലമായ തീരുമാനങ്ങൾ, പഴയ ശൈലി മാറ്റി പുതിയ ചില ശൈലീ രൂപീകരണ മാറ്റങ്ങളൊക്കെ പ്രകടമാക്കി തുടങ്ങി. ദീർഘകാല ലക്ഷ്യങ്ങൾ മുൻനിർത്തി പല സംസ്ഥാനങ്ങളിലും ആ നീക്കങ്ങൾ പ്രകടമായിട്ടുണ്ട് താനും. നമുക്കത് എന്തൊക്കെയെന്ന് നോക്കാം. നോക്കൂ, രാജസ്ഥാനിലെ പോലെയുള്ള ഒരു തുറന്ന കലാപം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നതാണ് കർണാടകയിലെ ഈ തീരുമാനത്തിൻ്റെ ഒരു പ്രസക്തി. DK ശിവകുമാറിലേക്കുള്ള മുഖ്യമന്ത്രി മാറ്റം. സിദ്ധരാമയ്യയ്ക്ക് ചില അതൃപ്തികളുണ്ടെങ്കിലും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും തുറന്നു പറയാതെ അദ്ദേഹത്തെ അടക്കി നിർത്താൻ കഴിഞ്ഞു. ആരാണെങ്കിലും ആ നയതന്ത്രം ഏറ്റവും ഫലപ്രദമായിരുന്നു എന്നതുകൂടിയാണ് കർണാടകയിലെ ഈ മുഖ്യമന്ത്രി മാറ്റത്തിൽ കോൺഗ്രസിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. മുൻകാലങ്ങളിലെ അനുഭവം നോക്കിയാൽ നമുക്കറിയാം, ഒരു പുതിയ ചേരിയും പാർട്ടിയിലെ സ്പ്ലിറ്റും അങ്ങനെ പുതിയൊരു പാർട്ടിയുടെ രൂപീകരണം പോലും ഉണ്ടാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതൊന്നുമില്ലാതെ ഏറെക്കുറെ ഭദ്രമായി തന്നെ ഈ ഭരണമാറ്റം, അവിടുത്തെ മുഖ്യമന്ത്രി മാറ്റം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഒപ്പം ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് എന്ന ഒരു നിലപാട് അവർക്ക്, ഡൽഹിക്കാണ് അന്തിമ തീരുമാനം, ആ ഒരു പ്രതീതി നിലനിർത്തി കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലും സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത തീരുമാനത്തിലും ഹൈക്കമാൻഡ് എന്നത് ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ടുള്ള തീരുമാനം പറയുന്ന ഒരു കേന്ദ്രമായി തന്നെ പരിണമിച്ചു. അതുതന്നെയാണ് പ്രകടമായത്. കർണാടകയിലും സംഭവിക്കുന്നതും അതുതന്നെയാണ്. കാരണം പൊടുന്നനെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നു, ഒടുവിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്നു, അദ്ദേഹത്തെ മാറ്റുന്നു. ഒരുപക്ഷെ BJP ഒക്കെ ഇപ്പം തീരുമാനമെടുക്കുന്നത് പോലെ പൂർണ്ണമായി ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു ശൈലി, ആ ഒരു ചടുലതയൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പഴയ ആ ആർജവത്തിലേക്ക് വരുന്നു എന്ന ചില സൂചനകളുണ്ട്. മറ്റൊന്ന്, DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും നമ്മൾ നേരത്തെ പരാമർശിച്ചു. DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും ഒരേ സമയം അസന്തുഷ്ടരാക്കാതെ സമവായ ഒരു പാത കണ്ടെത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ ഒരു നീക്കം. 2028 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി ഐക്യം നിലനിർത്തുക എന്ന ഒരു അവസരം കൂടിയാണ്. കാരണം 2 വർഷത്തിനപ്പുറം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ ഇരുഭാഗത്തും സിദ്ധരാമയ്യ ഒരു ബദൽ നീക്കം നടത്തിയാൽ മൊത്തം പൊളിയും. അതില്ലാതെ ഒരു ലൈൻ സ്വീകരിച്ച് പോകാൻ കഴിഞ്ഞപ്പോൾ സിദ്ധരാമയ്യയും കൂടെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അതാണ് അവിടുത്തെ ചിത്രം. മറ്റൊന്ന്, കേരളത്തിലെ പോലെ ഒരു പതിവ് ശൈലി മാറുന്ന പ്രതീതി ഉണ്ടാക്കി. നമുക്ക് ഉദാഹരണം പറയാവുന്ന ഒന്ന് തമിഴ്നാട്ടിലെ തീരുമാനമാണ്. തമിഴ്നാട്ടിൽ TVKയുടെ ഒപ്പം ചേർന്നതും മറ്റൊരു നീക്കമാണ്. ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അവിടെയും. അങ്ങനെ വളരെ പ്രകടമായ ചടുലമായ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനമായി ആ തീരുമാനങ്ങൾ പ്രകടമായതും കാര്യം. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചില ശൈലി മാറ്റങ്ങൾ പ്രകടമായി. കർണാടകയിൽ അത് പ്രകടമാണ്, കേരളത്തിലുമുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഒരു ദീർഘകാല ലക്ഷ്യം മുൻനിർത്തിയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പതിവ് ശൈലിയിലൊരു മാറ്റം കർണാടകയിൽ പ്രകടമായി. ഇനി അത് എത്ര കണ്ട് നിലനിർത്താനാകുമെന്ന ഒരു വലിയ വെല്ലുവിളിയായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. അത് വളരെ പ്രധാനമാണ് താൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.